അപ്പോൾ നമുക്ക് വരയ്ക്കാം. ആദ്യം വേണ്ട സാധനം എന്ന് വെച്ചാൽ ഡോംസിൻ്റെ ഈ വാട്ടർ കളർ കേസാണ്. അതുപോലെ എൻ്റെ ഫൈനൽ റിസൾട്ടിൻ്റെ ആ പിക്ചർ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ കോപ്പി ചെയ്ത് ബുക്കിൽ വരയ്ക്കുക. ഓക്കെ, ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ലാൻഡറിൻ്റെ ഇൻസൈഡിൽ ഈ ഒരു ബോക്സിൽ കളർ ബോക്സിൽ ഏറ്റവും ലൈറ്റ് യെല്ലോ വെച്ചിട്ട് ഫില്ല് ചെയ്യുക. ഏറ്റവും നടുക്ക് കുറച്ച് വൈറ്റ് ബാക്കി വെക്കണം. ഓക്കെ, അതിനുശേഷം ഈ ഒരു ബോക്സിലുള്ള ഡാർക്ക് ഈ ലൈറ്റ് യെല്ലോനേക്കാളും ഒരു ലെവൽ ഡാർക്കായിട്ടുള്ള യെല്ലോ ഈ കോർണേഴ്സിൽ മാത്രം കൊടുക്കുക. നടുക്ക് കുറച്ച് യെല്ലോയും അതിൻ്റെ സെൻറ്ററിൽ വൈറ്റും ലെഫ്റ്റ് ചെയ്യുന്ന വിധത്തിൽ കോർണേഴ്സിൽ മാത്രം കൊടുക്കുക. അതിനുശേഷം ഓറഞ്ച് എടുക്കുക, കോർണേഴ്സിൽ ഇതുപോലെ കൊടുക്കുക. ഓക്കെ, അതായത് ഏറ്റവും സെൻറ്ററിൽ യെല്ലോവും വരണം വൈറ്റും വരണം, കോർണേഴ്സിൽ മാത്രം ഇങ്ങനെ ഓറഞ്ച് കൊടുക്കുക. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഈ ബോക്സിൽ തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡുണ്ട്, അത് എടുക്കുക. സെയിം പോലെ തന്നെ ഏറ്റവും കോർണറിൽ ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ നമ്മുടെ ലാൻഡേൺ ഏകദേശം ലൈറ്റ് കത്തുന്ന രീതിയിലാവും അല്ലേ? ആയില്ലേ? യെസ്. അപ്പോൾ നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പ് എന്താ വെച്ചാൽ നിങ്ങളുടെ സെറ്റിലെ ആ ബോക്സിലെ ഡാർക്ക് ബ്ലൂ എടുക്കുക കേട്ടോ. കുറച്ചായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് ഇതുപോലെ ഈ ലാൻഡറിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും കൊടുക്കുക. കുറച്ച് വൈറ്റ്, അതായത് വൈറ്റൊക്കെ ലെഫ്റ്റ് ചെയ്യുന്ന വിധത്തിൽ നമ്മുടെ റെഫറൻസ് ഇമേജിൽ നിങ്ങൾ കാണുമല്ലോ എവിടേക്കാണ് വൈറ്റ് കളർ വരുന്നത്, അപ്പോൾ അത് ഒഴിവാക്കി ബാക്കിയൊക്കെ ബ്ലൂ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് കുറച്ച് അത് ഡ്രൈ ആവാൻ വെക്കുക. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നതും ഭയങ്കര ഈസിയാണ്. അതായത് നിങ്ങളതിൽ ഡാർക്ക് ബ്ലൂവും അതുപോലെ ലൈറ്റ് ഗ്രീൻ ഉണ്ട്, അത് രണ്ടും കൂടെ മിക്സ് ആക്കണം. ഓക്കെ, ആദ്യം വെറും വെള്ളം എടുത്തിട്ട് ഈ ഒരു ലാൻഡറിൻ്റെ സൈഡിൽ മുഴുവൻ നമ്മൾ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഗ്രീനും ബ്ലൂവും വരുന്ന ആ ഒരു മിക്സിങ്ങില്ലേ അതെല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ അത് തന്നെ സ്പ്രെഡായി നല്ലൊരു റിസൾട്ട് നമുക്ക് തരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചില സ്ഥലത്ത് കുറച്ച് ഡാർക്കാക്കിയിട്ടും കൊടുക്കുക. കണ്ടോ ഇതുപോലെ. അതിന് നമ്മൾ ഡാർക്ക് ഗ്രീനും പിന്നെ ഡാർക്ക് ബ്ലൂ തന്നെ കുറച്ച് നന്നായിട്ട് കൊടുക്കുക. ഡൈലൂട്ട് ചെയ്യാണ്ട് ഡയറക്റ്റായിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ തുള്ളി തുള്ളി അതിൽ ഉറ്റിച്ച് കൊടുത്താൽ തന്നെ അതിങ്ങനെ സ്പ്രെഡാവും. അപ്പോൾ നല്ലൊരു റിസൾട്ട് വരും. ഓക്കെ, അതിനുശേഷം നമ്മൾ മരത്തിൻ്റെ ഒരു തണ്ട് പോലെയാണ് വരയ്ക്കുന്നത്. അതിന് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും ഏതെങ്കിലും ഒരു ഡാർക്ക് ഗ്രീനും തമ്മിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു തണ്ട് മരത്തിൻ്റെ ഒരു തണ്ട് വരയ്ക്കുന്നത്. ഓക്കെ, അതും ജസ്റ്റ് സിമ്പിളായിട്ട് ഇങ്ങനെ റാൻഡമായിട്ട് വരയ്ക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോലെ വരയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന പോലെ വരയ്ക്കാം. അതിനുശേഷം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കളർ ബോക്സിൽ ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ളത് നമ്മളെടുത്തിട്ട് കുറച്ച് ലീഫ് വരച്ചു കൊടുക്കുക. ഏറ്റവും ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള കളർ എടുത്തിട്ട്. ഓക്കെ, അത് കുറേ ലീഫ് വരച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കൊടുക്കുക, അല്ലെങ്കിൽ റെഫറൻസ് ഇമേജിൽ മാത്രം കൊടുക്കുക, ഉള്ളതുപോലെ മാത്രം കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, കുറച്ച് ഡാർക്ക് ഗ്രീൻ കളർ എടുക്കുക. ഈ ലൈറ്റ് ഗ്രീൻ ലീഫിൻ്റെ ഇടയിലൊക്കെ കുറച്ച് ഡാർക്ക് ഗ്രീൻ കളറുള്ള ലീഫും കൂടെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം അത് സെറ്റാവും. അതായത് മരത്തിൻ്റെ തണ്ടും ലീഫൊക്കെ സെറ്റാവും. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്താ വെച്ചാൽ യെല്ലോ ഇല്ലേ, കുറച്ച് ഡാർക്ക് യെല്ലോ എടുത്തിട്ട് കുറേ ഡോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് വലുതായിട്ടുള്ള ഡോട്ട് തന്നെ ഇട്ട് കൊടുക്കണം. ഓക്കെ, അതിനുശേഷം അത് ഡ്രൈ ആയിട്ടാവും അതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ഒരു കുത്ത് പോലെ ഇട്ട് കൊടുത്താൽ നല്ലൊരു എന്താണ് മിന്നാമിനിങ്ങൊക്കെ ലൈറ്റ് എത്തുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ ഇത് ഞാൻ ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ആ ഒരു എഫക്റ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഡ്രൈ ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ലാൻഡേണിൻ്റെ ഉള്ളിലുള്ള ലൈൻസൊക്കെ കുറച്ചും കൂടെ ബ്ലൂവിൻ്റെ കൂടെ ബ്ലാക്ക് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുത്താൽ സംഭവം സെറ്റാവും. ഓക്കെ, നമ്മൾ നേരത്തെ ഡ്രൈ ആക്കാൻ വെച്ച ലാൻഡേണിൽ എന്ത് ചെയ്യുക, ബ്ലൂവിൻ്റെ കൂടെ കുറച്ച് ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഡാർക്ക് പോർഷനിലൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. അത് നിങ്ങൾ റെഫറൻസിൽ നോക്കുക, എവിടെയൊക്കെയാണ് ഭയങ്കര ഡാർക്ക് അവിടെയൊക്കെ അത് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ സിമ്പിളായിട്ടുള്ള പെയിൻറ്റിങ് റെഡിയാവും. പിന്നെ എൻ്റെ ഈ ഒരു വോയിസ് ഓവർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണ് മാറ്റേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കിട്ടുന്നില്ല.
ഇങ്ങനെ മതിയെങ്കിലൊക്കെ, മാറ്റണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ.